നമസ്കാരം. പൃഥ്വിരാജ് സംവിധാനം ചെയ്ത മോഹൻലാൽ ചിത്രം എമ്പുരാനെ ചൊല്ലിയാണ് സോഷ്യൽ മീഡിയയിൽ കലഹം. ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട സിനിമയിലെ ചില പരാമർശങ്ങൾ ഒരു വിഭാഗത്തെ വല്ലാതെ ചൊടിപ്പിച്ചു. അവർ ടിക്കറ്റ് ബുക്കിംഗ് ക്യാൻസൽ ചെയ്ത് പ്രതിഷേധം തുടരുന്നു. മറുപക്ഷം ഇതിനെതിരെയും പോസ്റ്റുകൾ ഇടുന്നു. ഈ വിഷയത്തിൽ സംവിധായകനും ബിഗ് ബോസ് ജേതാവുമായ അഖിൽ മാരാരുടെ പോസ്റ്റും ചർച്ചയായി. സിനിമ ഇറങ്ങും മുൻപ് വലിയ ഹൈപ്പ് സൃഷ്ടിച്ചതുകൊണ്ട് ഉണ്ടായ ടിക്കറ്റ് ബുക്കിംഗിൽ എന്തായാലും കേരളത്തിലെ എല്ലാ ലാലേട്ടൻ ഫാൻസും ടിക്കറ്റ് എടുത്ത ലാലേട്ടൻ ഫാൻസിൽ വലിയൊരു വിഭാഗം സംഘാനുകൂലികൾ ഉണ്ട് എന്നതും സത്യം. മമ്മൂക്ക ഫാൻസ് സത്യത്തിൽ ആരും ലാലേട്ടൻ്റെ സിനിമ നല്ലതാണെങ്കിൽ അവരും ആസ്വദിക്കും. എന്നാൽ ഈ സിനിമ വിജയിച്ചാൽ കേരളത്തിൽ ആദ്യം കുരുപൊട്ടുന്നത് മീഡിയ മുക്കാലനും സുഡാപ്പികൾക്കും ആയിരിക്കും. കഴിഞ്ഞ കുറേ നാളുകളായി മോഹൻലാൽ എന്ന നടനെ തകർക്കാൻ നോക്കിയിരിക്കുന്ന ഈ രണ്ടു കൂട്ടർക്കും എമ്പുരാന്റെ വിജയം ഒരിക്കലും ഉൾക്കൊള്ളാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഇതിന്റെ പ്രീ ബുക്കിംഗിൽ അവർ വളരെ അസ്വസ്ഥരാണ്. അവിടെയാണ് പൃഥ്വിരാജിന്റെ ബുദ്ധി. ടിക്കറ്റ് എടുത്ത സംഖ്യകൾ എല്ലാം എന്തായാലും പടം കാണും. സിനിമയിൽ ഗുജറാത്ത് കലാപം കാണിക്കുന്നു, അതുകൊണ്ട് തന്നെ സംഖ്യകൾ ഈ സിനിമയെ എതിർക്കുന്നു എന്ന മാർക്കറ്റിംഗ് തന്ത്രം ഇന്നലെ മുതൽ സൃഷ്ടിക്കുന്നു. സംഖ്യകൾ സിനിമയ്ക്കെതിരാകുന്നു. ചുരുക്കത്തിൽ മോഹൻലാലിനെ ഉപയോഗിച്ച് ആദ്യ ആഴ്ചയിൽ സംഖ്യകളെ പറ്റിച്ചും രണ്ടാം ആഴ്ച മുതൽ സംഘവിരുദ്ധരെ പറ്റിച്ചും മുടക്കിയ പണവും ലാഭവും കൊയ്യാൻ പൃഥ്വിരാജിനറിയാം. ഇനി എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? ഈ സിനിമ സംഘവിരുദ്ധ രാഷ്ട്രീയമാണോ മുന്നോട്ട് വെക്കുന്നത്, അതോ BJPക്ക് കൂടുതൽ വോട്ടുകൾ എത്തിക്കാനുള്ള രാഷ്ട്രീയമാണോ? നരഭോജി നരാധമൻ വിളികൾക്ക് ശേഷം തുടർച്ചയായി 3 തവണ മുഖ്യമന്ത്രി, 3 തവണ പ്രധാനമന്ത്രിയായ മോദിക്കും BJPക്കും എപ്പോഴൊക്കെ കലാപം ജനങ്ങളെ ഓർമ്മിപ്പിച്ചോ അപ്പോഴൊക്കെ നേട്ടം മാത്രം. അവരുടെ ജയത്തിന് ഏറ്റവും കാരണമായതും ഈ വർഗീയവാദികൾ എന്ന എതിരാളികളുടെ വിളികളാണ്. അതായത് ഗുജറാത്ത് കലാപം ആരംഭിച്ചത് അയോധ്യ സന്ദർശനത്തിന് ശേഷം മടങ്ങിയ കർസേവകരെ ട്രെയിനിൽ തീവെച്ച് കൊന്ന ശേഷമാണെന്ന് ഇന്ത്യയിലെ എല്ലാവർക്കും അറിയാം. ഇന്ദിരാഗാന്ധി വധത്തിന് ശേഷം സിഖുകാരെ കൂട്ടക്കൊല ചെയ്തത് എല്ലാവർക്കും അറിയാം. എന്നാൽ ഇന്ദിരാഗാന്ധി വധം കാണിക്കാതെ സിഖുകാരെ കൊന്നൊടുക്കുന്ന കോൺഗ്രസുകാർ എന്ന് ഒരു സിനിമയിൽ കാണിച്ചാൽ ഇന്ത്യയിലെ ജനങ്ങൾ പറയും, അത് മര്യാദയല്ലല്ലോ, ഇവർ കള്ളം പറഞ്ഞതാണല്ലോ എന്ന്. സ്വാഭാവികമായും കോൺഗ്രസിന്റെ തെറ്റുകൾ ആൾക്കാർ ന്യായീകരിക്കും. അവിടെയാണ് എമ്പുരാനിൽ കാണിക്കുന്ന ഗുജറാത്ത് കലാപവും കാണുന്ന പ്രേക്ഷകർക്ക് തോന്നുക. സ്വാഭാവികമായും അവർ ട്രെയിനിൽ തീവച്ച കാര്യം ചർച്ച ചെയ്യും. നിഷ്പക്ഷ ഹിന്ദുക്കൾ ഇന്നലകളിൽ കോൺഗ്രസിൽ നിന്നും BJPയിലേക്ക് പോയത് ഒരു വിഭാഗം ചേർന്നുകൊണ്ടുള്ള പ്രചരണം മാത്രമാണ്. അതുകൊണ്ട് എമ്പുരാൻ നിലവിൽ സംഘവിരുദ്ധമാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ആത്യന്തികമായി BJPക്ക് വോട്ട് വർദ്ധിക്കാൻ കാരണമാകുന്ന ഒരു സിനിമയായി ഭവിക്കും. ഇത്രയും എഴുതിയ സ്ഥിതിക്ക് ഞാനും സംഖ്യയാകും. എനിക്ക് എൻ്റെ മനസാക്ഷിക്ക് തോന്നുന്ന സത്യം എഴുതാനേ അറിയൂ. ജയിക്കാനുള്ള ഫോർമുല പഠിക്കുന്നതിനുള്ള മുൻപ് എതിരാളി എങ്ങനെ ജയിക്കുന്നു എന്ന് പഠിക്കണം. നമ്മളായിട്ട് എതിരാളിയെ ജയിപ്പിക്കരുത്. ഞാൻ എഴുതിയത് തലച്ചോറ് ഉപയോഗിച്ച് വായിച്ച് മനസ്സിലാക്കുക. അഖിൽ മാരാർ കുറിച്ചു.